ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കുറച്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയ്ക്ക് 50 കോടിയിലധികം കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി 15ലധികം ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. തിയേറ്ററുകളിൽ വൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ബേസിൽ നസ്രിയ സിനിമ 50 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം നേടിയെടുത്തിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം കേരള കളക്ഷൻ 24 കോടി പ്രതീക്ഷിച്ചപ്പോൾ 22 കോടി 75 ലക്ഷത്തിലേക്കാണ് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം എത്തപ്പെട്ടിരിക്കുന്നത്. ബേസിൽ ജോസഫിന്റെ കരിയറിലെ ആദ്യത്തെ സോളോ 50 കോടിയിലധികം കളക്ഷൻ കടക്കുന്ന സിനിമ കൂടിയായിട്ട് സൂക്ഷ്മദർശിനി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മദർശിനിക്കൊപ്പം ക്ലാഷ് റിലീസായിട്ടെത്തിയ മലയാളത്തിലെ മറ്റൊരു സിനിമയാണ് ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ കൃത്യമായി കേരള കളക്ഷൻ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 6 കോടി 10 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. 8 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നോ നാളെയോ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആക്കപ്പെടും. കാത്തിരിക്കൂ ഹലോ മമ്മിയുടെ യഥാർത്ഥ കളക്ഷൻ അറിയാനായിട്ട്. മഹാരാജ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ചൈന കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. വിജയ് സേതുപതി നായകനെത്തിയ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ത്രില്ലർ സ്വഭാവമുള്ള സിനിമ കൂടിയായ ചിത്രം 10 ദിവസങ്ങൾക്ക് മുന്നേയായിരുന്നു ചൈനയിൽ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ 10 ദിവസത്തെ അവിടുത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 64 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ ചൈനയിൽ മാത്രം മഹാരാജ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 170 കോടി പിന്നിട്ടിരിക്കുകയാണ്. 200 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ ഉടനെ കടക്കും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.